വിശ്വസിക്കണ്ടേ? അപ്പോൾ നമുക്ക് പോവാം. ഇവിടെയൊക്കെ നല്ല വഴുക്കുള്ള സ്ഥലമാണ്. അവിടെയൊക്കെ നാഗങ്ങളൊക്കെ അനങ്ങുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. ചെറിയ പേടിയുണ്ട്. സൈഡ് ഒതുങ്ങി നടക്കാം. കുഴപ്പമില്ല. പോകുന്നെങ്കിൽ ലൈറ്റ് സെറ്റൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് കാടാടാ. ഓക്കെ ഗൈസ്, നമ്മൾ ആ നാഗക്ഷേത്രം കാണാനാണ് ഇപ്പോൾ പോകുന്നത്. ഓക്കെ, ഈ നാഗക്ഷേത്രത്തിൽ ഭയങ്കര ഭീകരമാണ്. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിപ്പറ്റി കാണാം. ഇവിടെ ഷെഡൊക്കെ അടിച്ചായിരുന്നു കൊള്ളതൊക്കെ. ഈ പ്രദേശത്തായിട്ട് നാഗത്തിൻ്റെ രൂപം ഒരു കണ്ടെന്നൊക്കെ അറിയപ്പെടുന്നത്. നാഗം ഇറങ്ങി വന്ന പാതയാണ് ഈ കാണുന്ന പാത. നാഗം ഇറങ്ങി വന്ന സ്ഥലമാണിത്. ഈ സ്ഥലത്തു നിന്നാണ് നാഗം ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരുമാതിരി കൂട് പോലെ സ്ഥലമാണ്. ആ വഴിയിൽ നിന്നാണ് നാഗം ഇറങ്ങി വരുന്നത്. ആ നാഗം ഇറങ്ങി വരികയും ജനങ്ങൾക്ക് സമ്പാദിക്കുകയും ചെയ്തെന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ നാഗത്തിൻ്റെ ഉത്തരവോടെ ഇപ്പോഴത്തേക്ക് ഒരു ക്ഷേത്രം നാഗത്തിൻ്റെ ഉത്തരവായി പണിയുകയും ചെയ്തു. ഇതാണ് ആ ക്ഷേത്രം. അങ്ങ് നാഗരാജാവായി പ്രതിഷ്ഠയായ സ്ഥലം. അന്നു മുതൽ ഈ സ്ഥലത്തിന് എന്തോ ഐതിഹ്യമുണ്ടെന്നൊക്കെ എല്ലാവരും പറയുന്നു. കണ്ടറിയാം നമുക്ക്. എന്തായാലും ഭയങ്കര കാടിനുള്ളിൽ തന്നെ ഈ സംഭവങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. നാഗത്തിൻ്റെ വീടാണ് ഈ കാണുന്ന ഒരു വഴി. ഈ വഴി ഇങ്ങനെ കയറി ഇറങ്ങി അപ്പുറം ചെല്ലുമ്പോൾ ഒരു ഇടുക്കുണ്ട്. ഇടുക്കിലോട്ട് പോകാനുള്ള വഴി അപ്പുറത്തൂടെ ഉണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് പോയി നോക്കാം. ഓക്കെ ഗൈസ്, ബൈ. ഓക്കെ, ഇത് വഴിയാണെന്ന് പറയുന്നു. നമുക്കൊന്ന് നോക്കാം. എനിക്ക് ചെറിയ പേടിയാവുന്നുണ്ട്, എന്നാലും നോക്കിയാലേ അറിയാൻ പറ്റുമോ. അതാണ്ട് ഇത് വഴിയാണ് കയറി പോകേണ്ടത്. പക്ഷേ ഇവിടെ അങ്ങോട്ട് മൊത്തം കാടാണ്. നമ്മൾ വഴി അങ്ങോട്ടായിട്ടാണ് കാണിക്കുന്നത്. അവിടെ ആ സ്ഥലത്തായിട്ട് എന്തോ കാണുന്നുണ്ട്, മഞ്ഞ പോലെ. പാമ്പ് പോലെ ആണോ നമുക്കറിയത്തില്ല. നോക്കാം പാ. ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ കാടിനകത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാട് ഭീകരം തന്നെ. ഞാൻ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോകും കാടിൽ നിന്ന്. ഈ വഴി ഞാൻ കണ്ട വഴി കയറിയിട്ടുണ്ട്. ഞാൻ കറങ്ങി പുറത്തെത്തിന്. അത് ഇറങ്ങി ഞാൻ പുറത്തെത്തിയിരിക്കുകയാണ്. നോക്കി സ്ഥലം ഭീകരമൊന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ എന്തോ പ്രത്യേകത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തൊക്കെയായാലും നമുക്കിവിടെ എന്തോ